അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നല്ലൊരു കാട് എഫക്റ്റൊക്കെ ഉള്ളൊരു നല്ല രസമാണ് ഇതിലേക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ബാൻഷി മാത്തുമൊക്കെ അങ്ങോട്ട് പോയി. അപ്പം മാത്തു കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. മാത്തു ഇറങ്ങി പുറത്തു പോയി. ഇപ്പം ബാൻഷി വന്നിരിക്കുവാണ്. നല്ല കുട്ടിയെ പോലാണ് ഇപ്പം ഇരിക്കുന്നത് അവള്. അവിടെ മാത്തു തിരിച്ചു വന്നു. പക്ഷെ ബാൻഷി എല്ലാം പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ലൈഫ് ഈസ് ലവ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മാത്തുവിൻ്റെയും ബാൻഷിയുടെ ഒരു ദിവസമാണ്. ഞാൻ എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കുറേ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മാത്തുവിൻ്റെയും ബാൻഷിയുടെയും നെയിലൊന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ പോഡ് അടിയിൽ ഹെയർസ് വരും. അപ്പോൾ അത് നമ്മൾ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ. അപ്പം നമുക്ക് കാണാം. ഇപ്പം മാത്തു ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവ എഴുന്നേക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നാലും ഇപ്പോൾ ആൾ റിലാക്സ് ചെയ്ത് കിടക്കുവാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് വേദനയൊന്നും എടുക്കത്തില്ല. ഞാൻ ചെറുതായിട്ട് ഇപ്പം ഏകദേശം ഒരു 1 month കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയർ ആണ് ഈ കാണുന്നത്. അപ്പം നല്ലപോലെ ഇത് ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പോയാണ് ഇത്. ട്രെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് സൂം ചെയ്ത് കാണാവുന്നതാണ്. മാത്തു കിടന്ന മാത്തു എഴുന്നേറ്റ് എന്നെ കടിച്ചു തുടങ്ങി. ഗുഡ് ബോയ് ആണ് കേട്ടോ. അവൻ പറഞ്ഞ എല്ലാം കേൾക്കും. ഇവിടെ കിടന്നു ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ് ഗുഡ് ബോയ്. അങ്ങനെ അത് തന്നെ. നല്ല കുട്ടിയായിട്ട് കിടക്കുന്നു കണ്ടോ. അല്ല പറഞ്ഞാൽ കേൾക്കും. അപ്പം മാത്തു കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. മാത്തു ഇറങ്ങി പുറത്തു പോയി. ഇപ്പം ബാൻഷി വന്നിരിക്കുവാണ്. നല്ല കുട്ടിയെ പോലാണ് ഇപ്പം ഇരിക്കുന്നത് അവള്. അവിടെ മാത്തു തിരിച്ചു വന്നു. പക്ഷെ ബാൻഷി എല്ലാം പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ബാൻഷി പറയുന്നതൊക്കെ കേൾക്കുന്ന കൊച്ചാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇരിക്കുന്നിടത്ത് ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റ് എന്നാലും കുഴപ്പമില്ല. ബാൻഷി പറഞ്ഞാൽ കേൾക്കൂല്ലേ? ബാൻഷി നല്ല കൊച്ചായിട്ട് കിടക്കണം. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ അവർക്ക് ട്രീറ്റ് കൊടുക്കും നമ്മൾ, ഇല്ലേ ബാൻഷി? ബാൻഷി ഇത് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാൻഷിക്ക് അറിയാം. മാത്തിനെ നമ്മൾ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. അവന് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു പരിചയക്കുറവിൻ്റെ ഒരു പേടിയാണ് മാത്തുവിനുള്ളത്. ബാൻഷിക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് ബാൻഷിക്ക് അറിയാം. അതുകൊണ്ട് അവൾ കിടന്നു തരും. ബാൻഷി കിടന്ന ഉടനെ ഉറങ്ങി. എന്ന് കാണിച്ചു കൊടുത്തേ. ബാൻഷി ഉറങ്ങുന്നേ. ബാൻഷി അപ്പൊ ബാൻഷി ഉണർന്നു. ബാൻഷി ഉറങ്ങി കിടന്നതായിരുന്നു. കിടന്നു കണ്ണടച്ച് കിടന്നു. എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് കണ്ണനാണ്. വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് അസിസ്റ്റൻസ് ഉണ്ട് വ്ളോഗ് ചെയ്യാനായിട്ട്. നമ്മൾ ബാൻഷിയുടെ നെയിൽ ക്ലിപ്പ് ചെയ്യാൻ പോവാണ്. കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പം പണ്ട് ഞാനൊരു പ്രാവശ്യം കട്ട് ചെയ്ത സമയത്താണെങ്കിൽ കുറച്ച് ബ്ലഡ് വന്നു. അപ്പോൾ അതുകൊണ്ട് നെയിൽ കട്ട് ചെയ്യാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ്. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നെയിൽ ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നത്. നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഇനി അടുത്ത് ഒരു മൽപ്പിടുത്തത്തിനുള്ള ഒരു പുറപ്പാടിലാണ്. മാത്തു നമ്മുടെ കൂടെ ഇരിക്കാൻ വളരെയധികം ചാൻസ് കുറവാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും.
മാത്തുവിനെ നെയിൽ കട്ട് ചെയ്യുന്ന പേടിച്ചതോ അവൻ പുറത്ത് ഗാർഡനിൽ പോയി ഇരിക്കുവാണ്, ഒളിച്ചിരിക്കുവാണ്. മാത്തു വാ, മാത്തു കമ്മിയാ മാത്തു. നമ്മള് ബിസ്ക്കറ്റ് കാണിച്ചപ്പോൾ മാത്തു അകത്തോട്ട് വരുന്നതാണ്. പക്ഷേ പല ട്രിക്കും മാത്തു പ്രയോഗിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അങ്ങനെ ടയേർഡായിട്ട് അവൻ കിടന്ന് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള അവസരം തരുവാണ്. മാത്തുവിനെ ഒന്ന് കാണിച്ചേ. മാത്തു പാവം കൊച്ചിനെ പോലെ കിടക്കുവാണ്. മൽപ്പിടുത്തം കഴിഞ്ഞ് മോടെ കയ്യിലൊക്കെ ഒരു സ്ക്രാച്ച് ഒക്കെ കൊടുത്തിട്ട് കിടക്കുവാണ്. പക്ഷെ ആളിപ്പം ഓക്കെ ആയി. മാത്തുവിനെ ബാൻഷി നടത്താനായിട്ട് കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും നടത്താനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ചില ദിവസങ്ങളിലൊന്നും കാലാവസ്ഥയിലൊന്നും പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ മാക്സിമം അവർക്ക് ഒരു എക്സസൈസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗാർഡൻ ഉണ്ടായിട്ട് അവർക്ക് ഗാർഡനിലൊക്കെ ഇറങ്ങി ഓടി കളിക്കാവുന്നത് അതും ഒരു ചെറിയ എക്സസൈസായിട്ട് നമ്മൾ കൂട്ടാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ടുപേരെയും കൂടെ നമ്മൾ ഒരു മാക്സിമം ഒരു 45 മിനിറ്റ്സ് നമ്മൾ നടത്തിപ്പിക്കും. അപ്പം നമുക്ക് നടത്താനായിട്ട് പോകാം. അപ്പോൾ മാത്തുവിനെ ഭാഷ നമ്മൾ നടത്താൻ കൊണ്ടുപോയ സമയത്ത് നമ്മുടെ കയ്യിൽ പൂബാഗ് വെച്ചേക്കും. കാരണം ഇവർ നടന്നു പോകുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഇവർ അപ്പിയിടാറുണ്ട്. അപ്പം നമുക്ക് അവർ അപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കവർ കൊണ്ട് എടുത്ത ശേഷം നമുക്ക് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും ഇതിടാനായിട്ടുള്ളൊരു ബിന്ന്. അപ്പോൾ അവിടെ കൊണ്ട് ഇത് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ബിന്നും ഇതെല്ലാം ഇതിനകത്തിപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നതാണ്.
വാങ്ങിച്ച് നമ്മളെ കിടത്താൻ പോവാണ്. ഇപ്പം നമ്മൾ എപ്പോഴും ഒരു ഇങ്കോ ഷീറ്റ് ഇടാറുണ്ട് റൂമിൽ. കാരണം മാത്തു ചെറുതായത് കാരണം ചിലപ്പോൾ അവൻ വണ്ണിന് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇട്ടേക്കും. അപ്പം നമുക്ക് ബാൻസിയും മാത്തുവിനെയും മുള്ളിയോടെ കയറ്റാം. മാത്തു, ബാൻസി, മാത്തു, രണ്ടുപേരും പുറത്ത് നിൽക്കുവാണ്. രണ്ടുപേരും കയറി വരുന്നുണ്ട്. ബാ. മാത്തു, ഗുഡ് നൈറ്റ് കേട്ടോ. നാളെ കാണാം കേട്ടോ. ഗുഡ് ബോയ്. ബാൻസി ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞ്. അപ്പം നാളെ കാണാം. രണ്ടുപേരും നല്ല പിള്ളേരായിട്ട് ഇരിക്കുക. നാളെ രാവിലെ കാണാം. ബൈ. രണ്ടുപേരും ഉറങ്ങി. Bansi, Mathu, good night. Love you. Umma. Good night പറഞ്ഞു മാത്തു. Bye bye.